പറയുന്നുണ്ട് നീ പുഴുത്തു ചാകും, നീ നശിച്ചു പോകും. അത് ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കാം. എനിക്ക് ഞാൻ പറഞ്ഞതെല്ലാം ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല, എല്ലാം ഞാൻ പറഞ്ഞത് തന്നെയാണ്. എനിക്ക് അതിൽ യാതൊരു കാര്യങ്ങളും ഇല്ല. എനിക്ക് പറയാനുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അമ്മ എന്ന് പറയുന്ന ഓർഗനൈസേഷനെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ശ്രീപതി നീന കുറുപ്പിനെ പ്രാക്കിയതിനും തെറി പറഞ്ഞതിനും വിശദീകരണവുമായി ലക്ഷ്മിപ്രിയ രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയ നീന കുറുപ്പിനെതിരെ നടത്തിയ പ്രാക്കും തെറിവിളിയും പലരും ഇതിനോടകം കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അത്രക്കും വൈറലായിരുന്നു സംഭവം. എന്താണ് കാര്യം? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സിനിമാക്കാരുടെ സംഘടനയായിട്ടുള്ള അമ്മയുടെ ഒരു ഫാമിലി മീറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കലാപരിപാടികളും ഫാഷൻ ഷോയും ഒക്കെ അടങ്ങുന്ന ഒരു ഫാമിലി മീറ്റ് ആയിരുന്നു അത്. പരിപാടികൾ ഒരുപാട് ഉണ്ടായതുകൊണ്ട് തന്നെ ഓരോ പരിപാടിയും ഓരോരുത്തരായിരുന്നു കോർഡിനേറ്റ് ചെയ്തിരുന്നത്. ഇതിൽ കലാപരിപാടികൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള ചുമതല ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയക്കായിരുന്നു. എന്നാൽ ഫാഷൻ ഷോ കോർഡിനേറ്റ് ചെയ്തിരുന്നത് നീന കുറുപ്പായിരുന്നു. അങ്ങനെ അതിനനുസരിച്ചുള്ള ഷെഡ്യൂളൊക്കെ പരിപാടിക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ മമ്മൂക്കയും മോഹൻലാലും പരിപാടിക്ക് നേരത്തെ എത്തിച്ചേരുന്ന അവസ്ഥ വരുന്നത്. അതോടെ പരിപാടിയുടെ ഷെഡ്യൂൾ മൊത്തത്തിൽ അങ്ങോട്ട് മാറി. അതോടെ സംഭവിച്ച പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ കലാപരിപാടികളിലും ഫാഷൻ ഷോയിലും ഒരുപോലെ പങ്കെടുക്കാൻ കുറച്ച് പെൺകുട്ടികൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമ്മിറ്റ് ചെയ്ത പെൺകുട്ടികളിൽ ചിലർക്ക് ഫാഷൻ ഷോയിൽ മാത്രം പങ്കെടുക്കേണ്ടി വന്നു. കലാപരിപാടികളിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇത് നമ്മുടെ കലാപരിപാടികൾ കോർഡിനേറ്റ് ചെയ്തിരുന്ന ലക്ഷ്മിപ്രിയക്ക് തീരെ അങ്ങോട്ട് പിടിച്ചില്ല. അതോടെ ലക്ഷ്മിപ്രിയ എന്താക്കി, ഫാമിലി മീറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ അമ്മയുടെ ഭാരവാഹികൾ അടങ്ങുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഫാഷൻ ഷോ കോർഡിനേറ്റ് ചെയ്തിരുന്ന നീന കുറുപ്പിനെ തെറി പറഞ്ഞും അതുപോലെ തന്നെ പ്രാക്കിയും 18 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വോയിസ് മെസ്സേജ് അങ്ങോട്ട് അയച്ചു. പ്രാക്ക് എന്ന് പറഞ്ഞാൽ അജ്ജാതി പ്രാക്കായിരുന്നു. നീയൊക്കെ പുഴുത്തി ചാകുമടി, നീ ഒന്നും ഒരിക്കലും ഗുണം പിടിക്കില്ലടി എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ലക്ഷ്മിപ്രിയ അതിൽ സംസാരിച്ചു വെച്ചിരുന്നത്. പ്രാക്കിന്റെ എക്സ്ട്രീം വേർഷൻ ആയിരുന്നു തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും ലക്ഷ്മിപ്രിയ ഇങ്ങനെ പ്രാക്ക് ചെയ്തതോടെ ഈ ഗ്രൂപ്പിലുള്ള ഒരാൾ എന്താക്കി, ലക്ഷ്മിപ്രിയയുടെ ഈ വോയിസ് പല മാധ്യമങ്ങൾക്കും അങ്ങോട്ട് ചോർത്തി കൊടുത്തു. അങ്ങനെയാണ് ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. നമ്മളൊരു ദിവസം മുന്നേ ആ വോയിസ് ക്ലിപ്പ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ വോയിസ് ക്ലിപ്പ് വൈറലായ പശ്ചാത്തലത്തിൽ ലക്ഷ്മിപ്രിയ അതിനൊരു വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സീരിയൽ ടുഡേ എന്ന് പറയുന്ന ചാനലിലെ അവതാരകനുമായി ഒരു ലൈവ് വോയിസ് കോളിലൂടെയാണ് ലക്ഷ്മിപ്രിയ തന്നെ ന്യായീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ വോയിസ് കോൾ ഒന്ന് കേട്ടോക്കാം. ഹലോ, നമസ്കാരം. ഞാൻ അജിൻ വർഗീസ് ആണേ. ചേച്ചിയുടെ വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ കേട്ടു. അപ്പൊ എല്ലാവരും ചേച്ചിയെ കല്ലെറിയുന്നു, ചേച്ചിയെ കുറ്റപ്പെടുത്തുന്നു. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണം, അതിനാണ് ഞാൻ ചേച്ചിയെ വിളിച്ചത്. ഇപ്പം എനിക്ക് സത്യാവസ്ഥ പറയണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. കാരണം അല്ലേ ചേച്ചി, എന്നാലും ഒരു നാണയത്തിന് ഇരുവശം ഉണ്ടല്ലോ. അപ്പൊ ഒരാളുടെ ഭാഗം മാത്രം നമ്മൾ കേൾക്കുന്നത് ശരിയല്ല. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് ഉണ്ടല്ലോ. എന്റെ വോയിസ് ക്ലിപ്പ് കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ആ വോയിസ് ക്ലിപ്പിൽ വളരെ കൃത്യമായിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാനൊരു കമ്മ്യൂണിറ്റിയോട് പറഞ്ഞൊരു കാര്യമല്ല ഇത്. ഞാൻ പബ്ലിക്കിനോടോ ഈ നാട്ടിലെ ജനങ്ങളോടോ ഒന്നും പറഞ്ഞ കാര്യമല്ല. ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ 17 പേര്, ഞാൻ ഒഴിച്ച് ബാക്കി 16 പേരോട് മാത്രം പറഞ്ഞ ഒരു കാര്യമാണ്. ആരോട് പറഞ്ഞാലും ഇങ്ങനൊക്കെ ഒരാളെ പ്രാക്കാൻ പാടുണ്ടോ ചേച്ചി? പ്രത്യേകിച്ച് ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിന് നീ പോയിട്ട് ചാകുമടി, നീ ഗുണം പിടിക്കില്ലേടി എന്നൊക്കെ പ്രാക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ മോശം കാര്യം തന്നെയാണ്. പിന്നെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് അയക്കുന്ന സമയത്ത് അതിപ്പോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് ആണെങ്കിലും ശരി, നിങ്ങളുടെ സിനിമാക്കാരുടെ ഗ്രൂപ്പ് ആണെങ്കിലും ശരി, കുറച്ചൊക്കെ ബോധത്തോടു കൂടി വേണം അതിൽ മെസ്സേജ് അയക്കാൻ. കാരണം ഞാൻ പറയുന്ന കാര്യം പുറലോകം അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ ഓരോ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും മെസ്സേജ് അയക്കാൻ. ആ ബോധം ലക്ഷ്മിപ്രിയക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇതിപ്പോ ഞാൻ പറയുന്നത് വെറും 16 പേര് മാത്രമേ കേൾക്കൂ എന്ന് വിചാരിച്ച് വായിക്ക് തോന്നിയത് കോതക്ക് പാട്ടെന്ന് പറയുന്ന പോലെ ഒരാളെ പ്രാക്കി അങ്ങോട്ട് മെസ്സേജ് അയക്കുകയും ചെയ്തു. അവസാനം അത് പുറത്ത് പോയതിനു ശേഷം അയ്യോ ഞാൻ വെറും 16 ആളുകൾക്ക് വേണ്ടി അയച്ച മെസ്സേജ് ആണ്, അത് പുറത്തു പോയത് ശരിയായില്ലേ എന്നും പറഞ്ഞ് മോങ്ങിയിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ പ്രാക്കുന്നതിന് മുമ്പ് ചിന്തിക്കണമായിരുന്നു. ബാക്കി പറഞ്ഞാട്ടെന്തായാലും. അല്ല ചേച്ചി വിശ്വസിച്ച് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു സന്ദേശം അയക്കുമ്പോൾ അത് മാധ്യമങ്ങൾക്ക് അല്ലെ ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിന്റെ തെറ്റില്ലേ? അത് ഇന്റേണൽ കമ്മിറ്റി അന്വേഷിക്കട്ടെ. അത് അമ്മ അസോസിയേഷന്റെ ഭാരവാഹികൾ അന്വേഷിക്കട്ടെ. അല്ല, അതിന് ഞാനിപ്പോ എന്ത് പറയാനാണ്? ഞാൻ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും എന്താ പറയാ ജോയിന്റ് സെക്രട്ടറിയും എന്നെ കൂടാതുള്ള വൈസ് പ്രസിഡന്റും എല്ലാവരും ആകുന്നതിന് വേണ്ടി മാത്രം പറഞ്ഞൊരു കാര്യം ഇത് ഇത്രമാത്രം പുറത്തേക്ക് പോകുമെന്നൊന്നും നമ്മൾ ആരും ഞാൻ കരുതിയിട്ടില്ല. ആ കരുതലില്ലാത്തതിന്റെ പ്രശ്നമാണ് ഇതൊക്കെ. ആ ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇവിടെ ലക്ഷ്മിപ്രിയ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിവിടെ ജീവിക്കുന്നത്
കാലഘട്ടത്തിലാണ്, സോഷ്യൽ മീഡിയ യുഗത്തിലാണ്, അല്ലാതെ 90കളിലൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് അത് ഏത് വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിലും ശരി, കുറച്ചൊക്കെ ചിന്തിച്ചും ആലോചിച്ചും വേണം അതിൽ മെസ്സേജ് അയക്കാൻ. അതിപ്പോ എത്ര ആളുള്ള ഗ്രൂപ്പുകളാണെങ്കിലും ശരി, 2 പേരടങ്ങുന്ന ഗ്രൂപ്പ് ആണെങ്കിലും ശരി, 100 പേരടങ്ങുന്ന ഗ്രൂപ്പ് ആണെങ്കിലും ശരി, ചിന്തിച്ച് വേണം മെസ്സേജ് അയക്കാൻ. കാരണം ആ ഗ്രൂപ്പിലുള്ള ഒരാൾ വിചാരിച്ചാൽ മതി നമ്മൾ അയക്കുന്ന മെസ്സേജ് ചോർത്തി കൊടുക്കാൻ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഒരൊറ്റ ഫോർവേഡ് ബട്ടൺ അമർത്തിയാൽ മതി, അയാളുടെ കോൺടാക്റ്റിലുള്ള സകല ആളുകൾക്കും നമ്മൾ അയക്കുന്ന മെസ്സേജ് ഫോർവേഡ് ആക്കാൻ പറ്റും, ചോർത്തി കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധം ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയക്ക് വേണം. അതില്ലാത്തതിന്റെ ആണ് നമ്മളിപ്പോ കണ്ടത്. ഇത് പണ്ടത്തെ കാലമല്ല ലക്ഷ്മിപ്രിയ. ഇന്നത്തെ കാലത്ത് വാക്കുകൾ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് സൂക്ഷിച്ച് കണ്ട് മെസ്സേജ് അയച്ചിട്ടില്ല എങ്കിൽ പണി വാളും. ഇനിയെങ്കിലും ആ ബോധം ഉണ്ടായാൽ നിങ്ങൾക്ക് നന്ന്. അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കിയുടെ കണ്ടോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അപ്പുറത്തുള്ള എന്തെല്ലാം മെസ്സേജുകൾ ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗ്രൂപ്പിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരും ഷെയർ ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഒരു കാര്യം മാത്രം, എന്റെ ശബ്ദം മാത്രം എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്? എങ്ങനെയാണ്? അതുപോലെയാണ് ഇത് ലക്ഷ്മിപ്രിയ ചേച്ചി. ഇതൊരാളെ പ്രാക്കല്ലേ. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആകുമ്പോൾ പല വാദപ്രതിവാദങ്ങളും പല സംവാദങ്ങളും ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയും. പക്ഷെ ഇവിടെ ലക്ഷ്മിപ്രിയ ചെയ്ത കാര്യം കുറച്ച് അതിര് കടന്നുപോയി. ഒരാളങ്ങോട്ട് പ്രാക്കി കൊല്ലാണ് ഇവിടെ ലക്ഷ്മിപ്രിയ ചെയ്തത്, അല്ലേ? അതുകൊണ്ടാണ് ഇതിങ്ങനെ പുറത്തു പോയത്, വേറൊന്നുമല്ല. ബാക്കി പറയുന്നുണ്ട്, നീ പുഴുത്തു ചാകും, നീ നശിച്ചു പോകും. അതാ ഒരു ദേശത്തിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കാം. ഞാൻ പറഞ്ഞതെല്ലാം ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല, എല്ലാം ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഈ ഒരു ഇന്റേണൽ കമ്മിറ്റിയുടെ ഉള്ളിൽ നമ്മുടെ നിയമസഭയാണോ? അല്ല. നമ്മുടെ ഭരണാധികാരികൾ, ഭരണസമിതി അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച ഒരു കാര്യം എടുത്ത് കേരളത്തിലെ പൊതുജനങ്ങൾക്കിടയിൽ ആഘോഷമാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾ തന്നെ പറ, എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് മര്യാദയ്ക്ക് ഒരു പ്രൈവറ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇരുന്ന് ഒരാൾക്ക് മറ്റൊരാളെ പ്രാക്കാൻ പോലുള്ള അവകാശം ഈ നാട്ടിലില്ലേ? നിങ്ങൾ തന്നെ പറ. ഒരാളെ പ്രാക്കുമ്പോഴേക്ക് ഇങ്ങനെയൊക്കെ ചോർത്തി കൊടുക്കുന്നത് വളരെ മോശമാണ് കേട്ടോ. എന്നാലും ആരായിരിക്കും ലക്ഷ്മിപ്രിയന്റെ ഈ പ്രാക്ക് ചോർത്തിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സംഭവം എന്തായാലും മുട്ടൻ കോമഡി ആയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ലക്ഷ്മിപ്രിയെ കൊടുക്കണമെന്ന് ഇന്റൻഷനിൽ ചോർത്തിയതൊന്നും ആയിരിക്കില്ല. നമ്മൾ സാധാരണ ഗ്രൂപ്പുകളിൽ കോമഡി സംഭവങ്ങളൊക്കെ കാണുന്ന സമയത്ത് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കല്ലോ. ഇതൊക്കെ കേട്ട് നോക്കി ചിരിച്ചു ചാകും എന്നുള്ള രീതിയിൽ അതേപോലെ ഷെയർ ചെയ്ത് കൊടുത്തതാവും സംഭവം. എന്തായാലും സംഭവം കോമഡി ആയിരിക്കണം. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും അത് ചേച്ചിയുടെ ശത്രുക്കൾ ചെയ്ത ആയിരിക്കുമല്ലോ ചേച്ചി. ഇപ്പൊ ഞാനും ചേച്ചി അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. എനിക്ക് മോനെ, എന്റെ ശത്രുക്കൾ ചെയ്താലും എന്റെ മിത്രങ്ങൾ ചെയ്താലും എനിക്ക് അതിൽ യാതൊരു കാര്യങ്ങളും ഇല്ല. എനിക്ക് പറയാനുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഇങ്ങനെ ഉണ്ട് ഒരു പറച്ചില്. 18 മിനിറ്റ് ഒരാൾ നിർത്താണ്ട് പ്രാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതിന് മാത്രം ഇപ്പൊ അവിടെ എന്താ സംഭവിച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചത്? നീ പൂഴ്ത്തി ചാകുമടി, നീ ഒരിക്കലും ഗുണം പിടിക്കില്ലടി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പ്രാക്കോട് പ്രാക്കായിരുന്നു. അത് മാത്രമാണോ? അവരുടെ കഴിവിനെ അപമാനിച്ചു, അവരുടെ സൗന്ദര്യത്തെ പോലും അപമാനിച്ചു. ഇനി ഒന്നും അവരെ അപമാനിക്കാൻ ബാക്കിയില്ല. ആ രീതിയിലായിരുന്നു പ്രാക്കിയത്. ഇങ്ങനെ പ്രാക്കാൻ മാത്രം ഈ പറഞ്ഞ നീന കുറുപ്പ് നിങ്ങൾ കുടുംബത്തിൽ കയറി കളിച്ചിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ പിന്നെയും ഇങ്ങനെ പ്രാക്കുന്നതിന് ഒരു അർത്ഥമുണ്ട്. ഇത് സാധാ ഒരു ഫാമിലി മീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു തർക്കമില്ലേ? ഈ ഒരു തർക്കത്തിന് പേര് നിങ്ങൾ ഇങ്ങനെ പ്രാക്കുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു കുടുംബ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രാക്കുന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ വെറുതെ പോലും നിങ്ങളുടെ മുന്നിൽ വന്ന് പെടരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. കാരണം ഇമാതിരി പ്രാക്കൊന്നും താക്കാനുള്ള ആക്കത്ത് എനിക്കില്ല. എന്തായാലും ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. ഞാൻ അമ്മ എന്ന് പറയുന്ന ഓർഗനൈസേഷനെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ എന്റെ കൃത്യമായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള, എന്റെ എന്താ പറയാ, സമകാലികരായിട്ടുള്ള ആൾക്കാർ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി, അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ ഏൽപ്പിച്ച ജോലി. അമ്മ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അമ്മയിലെ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമാണ് കൃത്യമായിട്ട് ജോലിയും വരുമാനവും ഉള്ളത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അമ്മ ആക്ച്വലി ഇപ്പൊ അമ്മൂമ്മയാണ്. വയസ്സായിട്ടുള്ള ഒരുപാട് അമ്മമാർ അതിനകത്തിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2-3 ക്രിയേഷൻസ് നമ്മൾ ചെയ്യുന്നു. നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ സ്റ്റേജിലോട്ട് കയറുന്ന ഒരു സമയത്ത് നമ്മുടെ ഒരു ആർട്ടിസ്റ്റിനെ അനധികൃതമായിട്ട് അവിടെ പിടിച്ചു വെക്കുകയാണ്. അവരില്ലെങ്കിൽ ഇവരെ വിവരങ്ങൾ അറിയിക്കുന്നില്ല, അവരെ നമുക്ക് സ്റ്റേജിലോട്ട് തരുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് മാത്രമല്ല അതിനകത്ത് നടന്നിട്ടുള്ളത്. ആ 2-3 ദിവസങ്ങളിൽ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് അജിൻ എന്നോട് ചോദിക്കണ്ട, വേറെ ഏത് അംഗങ്ങളോട് ചോദിച്ചാലും അവര് പറഞ്ഞു തരും. ഈ കാണിച്ചു കൂട്ടിയെന്ന് പറയുമ്പോൾ അവർ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ കയറി കളിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ അമ്മയുടെ ഫാമിലി മീറ്റ് നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അമ്മ സംഘടനയുടെ ഭാരവാഹിത്വവുമായി ബന്ധപ്പെട്ട് ഒരു വോട്ടെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ നീന കുറുപ്പ് എന്താക്കി, നിങ്ങൾ ആരും ലക്ഷ്മിപ്രിയക്ക് വോട്ട് ചെയ്യരുതെന്ന് കുറച്ച് ആളുകളോട് പറഞ്ഞു നടന്നു. അത് ലക്ഷ്മിപ്രിയ എങ്ങനെയോ അറിഞ്ഞു.
അതിനെ ചൊറുക്ക് ലക്ഷ്മിപ്രിയയുടെ മനസ്സിൽ നല്ലോണം ഉണ്ട്. അതെങ്ങനെയും പ്രകടിപ്പിക്കണമെന്ന് ലക്ഷ്മിപ്രിയയുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ള ഒരു അവസരത്തിനിടെ അവർ കാത്തിരിക്കായിരുന്നു. അതിനുള്ള ഒരു അവസരം അവർക്ക് ഫാമിലി മീറ്റിനിടയിൽ വീണ് കിട്ടി. അവർ നല്ലോണം പ്രയോഗിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയയും നീന കുറുപ്പും കുടുംബപരമായിട്ടോ വ്യക്തിപരമായിട്ടോ യാതൊരു പ്രശ്നവുമില്ല. ഇവർക്കിടയിൽ സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണുള്ളത്. അതിന് ഇങ്ങനെയൊക്കെ ഒരാളെ പ്രാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ കുറച്ചൊക്കെ ഒരു മാന്യത വേണ്ടേ. എന്തായാലും ഇത് ലക്ഷ്മിപ്രിയയെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠമാകട്ടെ. ഇനി മറ്റുള്ളവർ ഇതേപോലെ പ്രാക്കിക്കൊണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും മറ്റു മെസ്സേജ് അയക്കുന്ന സമയത്ത് ലക്ഷ്മിപ്രിയ രണ്ടാമതൊന്ന് ചിന്തിക്കും, അയക്കണമോ വേണ്ടയോ എന്നുള്ളത്. എന്തായാലും കൊള്ളാം, ബാക്കി പറഞ്ഞാട്ടെ. അപ്പം ഇതിൽ ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നത്, ഇപ്പം വരുന്ന ആരോപണങ്ങൾ ഒന്നടങ്കം എന്ന് പറയുന്നത് ചേച്ചിക്കെതിരെയാണ്. അതിലൊന്നും വിഷമോ കാര്യങ്ങളൊന്നും ഇല്ല. മോനെ, എനിക്ക് നിങ്ങൾ ഈ സമൂഹം എന്നെ ഏതൊക്കെ രീതിയിൽ ആരൊക്കെ ക്രൂശിച്ചു എന്ന് പറഞ്ഞാലും എന്നെ അതൊന്നും ബാധിക്കില്ല. കാരണം ഞാൻ ജീവിക്കുന്നത്, ഞാൻ ജോലി ചെയ്തിട്ടും എന്റെ ഹസ്ബൻഡിന്റെ തണലിലും സംരക്ഷണയിലുമാണ് ഞാൻ ജീവിക്കുന്നത്. തുടങ്ങി ചേച്ചിയുടെ കുലസ്ത്രീ കൊണയാടി. ബാക്കി പറഞ്ഞാട്ടെ. എന്തായാലും അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്റെ ഫാമിലി ഒന്നടങ്കം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്റെ സഹപ്രവർത്തകർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ എന്നെ കല്ലെറിയുന്നവരുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമില്ല അവിടെ. മനസ്സിലായോ? ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കഴിഞ്ഞ നാളുകളായിട്ട് എന്റെ കുടുംബത്തെയും മറന്ന്, എന്താ പറയാ, പിന്നെ എന്റെ ജോലികളും മാറ്റിവെച്ച് ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന എന്റെ കുടുംബം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്റെ കുടുംബത്തിന്റെ സപ്പോർട്ട് മാത്രം മതി. എന്നെ കല്ലെറിയുന്നവരെയോ തെറി വിളിക്കുന്നവരെയോ കമന്റ്സോ ഇതൊന്നും ഞാൻ വായിക്കാറില്ല. വായിക്കാത്തത് തന്നെയാണ് ചേച്ചിക്ക് എന്തുകൊണ്ട് നല്ലത്. വായിച്ചു കഴിഞ്ഞാണെങ്കിൽ ചേച്ചിനുള്ള സമാധാനവും കൂടി നഷ്ടപ്പെട്ടു കിട്ടും. കാരണം അമ്മാതിരി തെറിവിലാണ് ഇപ്പൊ ചേച്ചിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് കമന്റ് ബോക്സിലൊക്കെ. ഒരു കാരണവശാലും ചേച്ചി അതൊന്നും വായിക്കരുത് എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. വെറുതെ എന്തിനാണുള്ള സമാധാനം കൂടി കളയുന്നത്. എന്തായാലും ചേച്ചി ബാക്കി പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും ഇതെന്തായാലും മോൻ, എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം എന്താണെന്ന് അറ്റ്ലീസ്റ്റ് അറിയാനായിട്ട് ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ച് ചോദിച്ചല്ലോ. ഇതില് ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു അത്ഭുതം എന്ന് പറയുന്നത്, തന്റെ സംഘടനയിൽ മാത്രം അറിയിച്ച കാര്യം നല്ല റീച്ചുണ്ട് ചേച്ചിക്ക്. ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണം ലൈവ് ഇടാം. അവിടെ ഒന്നും പൊതുജനങ്ങളോട് പറയാതെ പേഴ്സണലായിട്ട് ഗ്രൂപ്പിൽ ഇട്ടൊരു കാര്യം, ഇത് പുറത്തിട്ടത്, പുറത്ത് വൈറലായത് ചേച്ചി കാരണമല്ല. അല്ല, കാരണം ഞാൻ ഇത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സംസാരിക്കേണ്ട കാര്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അല്ലാതെ ഞാൻ എവിടെയാണ് സംസാരിക്കേണ്ടത്? അതാണ് എന്റെ ചോദ്യം. ഇതറിഞ്ഞ് ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ വിളിച്ചോ? അവര് അവര് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ വിളിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ടവരോട് അവരൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടാവാം. എനിക്കറിയില്ല, എന്നെ വിളിച്ചിട്ടില്ല, എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഈ വാക്കുകൾക്ക് ഒരുപാട് നന്ദി. സത്യം ഇന്നല്ലെങ്കിൽ നാളെ തെളിയട്ടെ. അവസാനമായിട്ട് പ്രേക്ഷകരോട് ചേച്ചിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പറയാം. ഒന്നും പറയാനില്ല പ്രേക്ഷകരോട്, ഒന്നും തന്നെ പറയാനില്ല. ഒന്നും പറയാതാണ് ചേച്ചിക്ക് നല്ലത്. ഇനിയും ന്യായീകരിക്കാൻ നിന്നാണെങ്കിൽ ചേച്ചിക്ക് നല്ലോണം ഊക്ക് കിട്ടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നും പറയാതിരിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ട് ചേച്ചിക്ക് നല്ലത്. ബാക്കി പറഞ്ഞാലും എന്നാലും ചേച്ചി ഉള്ളിലൊരു വിഷമം കാണും. കാരണം ചേച്ചി പോലും വിഷമമില്ല മോനെ, ഒരു വിഷമവും ഇല്ല, ഒരു സങ്കടവും ഇല്ല. അത് ചേച്ചിയുടെ സംസാരത്തിൽ തന്നെ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ചേച്ചിക്ക് ഒരു വിഷമവും സങ്കടവും ഇല്ല എന്നുള്ളത്. എന്തായാലും ചേച്ചി ആ കണ്ണീര് തുടച്ചിട്ട് ബാക്കി പറ. എന്റെ ഫാമിലിയാണ് എന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എന്റെ ഫാമിലിയാണ്, എന്റെ ഹസ്ബൻഡ്, എന്റെ മകള്, എന്താ പറയാ, പിന്നെ എന്റെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എന്റെ സുഹൃത്തുക്കൾ, അത്ര ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രം മതി എനിക്ക്. എന്റെ സഹപ്രവർത്തകർ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നും സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ചേച്ചിയിലുണ്ട് കേട്ടോ. ആ സ്നേഹിക്കുന്നവരുടെ സപ്പോർട്ട് ഉണ്ടാവും. അല്ലാത്തവർ എന്ത് ചെയ്താലും, ഞാൻ വെറുതെ ഇരുന്നാലും എന്നെ തെറി പറയുന്ന ഒരു ഫോട്ടോ ഇട്ടാൽ, എന്റെ കുഞ്ഞിന്റെ കൂടെയുള്ള ഒരു ഫോട്ടോ ഇട്ടാൽ എന്നെ തെറി പറയുന്ന ആൾക്കാരില്ലേ? ആ ആൾക്കാരോട് ഞാൻ എന്ത് പറയാനാണ്? അല്ല, അതൊക്കെ ശരി തന്നെ. ഇവിടെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ ചുമ്മാ ഒരു ഫോട്ടോ ഇട്ടാൽ പോലും അതിന്റെ കമന്റ് ബോക്സിൽ വന്ന് ചുമ്മാ തെറി വിളിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുമുണ്ട്. പക്ഷെ അതുപോലെ അല്ലല്ലോ ഇത്. ഇവിടെ നിങ്ങൾ ചെയ്തു വെച്ചൊരു പ്രവൃത്തി കാരണമാണ് നിങ്ങൾക്ക് തെറിവിളി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതും ഇതും തമ്മിൽ ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടി കൊയ്ക്കാൻ നിൽക്കല്ലേ ചേച്ചി. എന്തായാലും ചേച്ചി ബാക്കി പറ. നിങ്ങൾ എന്നെ തെറി പറയരുത് എന്ന് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുമോ? മതത്തിന്റെ പേരിൽ, എന്താ പറയാ, മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ എല്ലാം തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരില്ലേ? ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്റെ യൂട്യൂബ് വീഡിയോസ് എടുത്തു നോക്കൂ, ഇന്റർവ്യൂസിന്റെ അടിയിൽ നോക്കൂ, എന്റെ ഫേസ്ബുക്ക് എടുത്തു വെച്ചത്, എന്റെ പേജ് എടുത്തു നോക്കൂ, ഇതിലൊക്കെ ഇല്ലേ? ആ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇപ്പൊ ലക്ഷ്മിപ്രിയയെ മതത്തിന്റെ പേരിൽ ഒരുപാട് പേര് ക്രൂശിക്കുന്നുണ്ട്. അത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ നമുക്കറിയാം, ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയ മുമ്പ് ഒരു മുസ്ലിം ആയിരുന്നു. സാബിർ അങ്ങനെ എന്തോ ആയിരുന്നു ആദ്യത്തെ പേര്. അവർ അതിൽ നിന്ന് കൺവേർട്ട് ആയി ഹിന്ദു മതത്തിലേക്ക് കടന്നു വന്നൊരു വ്യക്തിയാണ്. മതം മാറിയതിനു ശേഷമാണ് ഇവർ ലക്ഷ്മിപ്രിയ എന്ന പേര് സ്വീകരിച്ചത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇവർ ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ വെച്ച് ഇവർ ഇസ്ലാം മതത്തെ വളരെ താഴ്ത്തി കിട്ടുന്ന രീതിയിൽ സംസാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദു മതം സ്വീകരിച്ചത് ഒരു മുഷിഞ്ഞ വസ്ത്രം ഉപേക്ഷിച്ച് പുതുവസ്ത്രം ധരിച്ചൊരു ഫീൽ ആയിരുന്നു എന്നുള്ള രീതിയിൽ
രീതിയിൽ ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് വൻ വിവാദമായിട്ട് മാറി. പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് തീരെ അങ്ങോട്ട് അത് പിടിച്ചില്ല. അത് പിന്നെ അങ്ങനെയല്ലേ സംഭവിക്കൂ. സ്വന്തം മതത്തെ മറ്റൊരാൾ മോശമായി ചിത്രീകരിക്കുന്നത് കണ്ടു കഴിഞ്ഞാണെങ്കിൽ ആ മതത്തിലുള്ള ആളുകൾക്ക് ഒട്ടും പിടിക്കത്തില്ല. ഇതോടെ പല മുസ്ലിങ്ങളും ലക്ഷ്മി പ്രിയയെ തെറി വിളിച്ചുകൊണ്ട് കമന്റ് ഇടാൻ തുടങ്ങി. അത് മാത്രമല്ല, ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന പല ആളുകളും ലക്ഷ്മി പ്രിയക്കെതിരെ വീഡിയോകളും ചെയ്യാൻ തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് വിശാൽ മീഡിയ എന്ന് പറയുന്ന ചാനലിൽ ഫക്രുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്ന വ്യക്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. നടിയും ബിഗ് ബോസ് താരവുമായ ലക്ഷ്മി പ്രിയ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ ഒരു അഭിമുഖം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആ ഓൺലൈൻ അഭിമുഖത്തിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. ഇവർ മുൻപ് ഒരു മുസ്ലിം മതവിശ്വാസിയായ സബീന എന്നായിരുന്നു പേര്. പിന്നീട് 18 19 വയസ്സിൽ വിവാഹം കഴിഞ്ഞപ്പോൾ ഇവരുടെ പേര് ലക്ഷ്മി പ്രിയ എന്നായി. ഇവർ പറയുന്ന ഒരു കാര്യം, ഞാൻ ഒരിക്കലും ഖുർആൻ പഠിച്ചിട്ടില്ല, ഞാനൊരു മുസ്ലിം ആയിട്ടുള്ള ഒരു ലൈഫ് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ഒരു അറബി അക്ഷരങ്ങൾ, അറബി പുസ്തകങ്ങൾ കാണുമ്പോൾ എനിക്ക് ജിലേബി പോലെയാണ് തോന്നുന്നത്. അതായത് ഒരു പഴകിയ വസ്ത്രം നമ്മൾ ഉപേക്ഷിച്ച് ഒരു പുതിയ വസ്ത്രം ധരിച്ചതുപോലെയാണ് ഇസ്ലാമിൽ നിന്ന് മാറി ഞാൻ ഹിന്ദു ആയപ്പോൾ ഫീൽ ചെയ്തത് എന്നുള്ള ലക്ഷ്മി പ്രിയ പറയുന്നത്. അത് ലക്ഷ്മി പ്രിയയുടെ ഉമ്മയുടെ വീട്ടുകാർ കനത്ത വിശ്വാസികളായിരുന്നു, ഭയങ്കര ഓർത്തഡോക്സ് ആളുകളായിരുന്നു. പക്ഷേ ഇവരുടെ ഫാദർ, ഉപ്പാന്റെ വീട്ടുകാർ എന്ന് പറഞ്ഞാൽ ആദ്യമേ ചെറുപ്പത്തിൽ തന്നെ ഹിന്ദുമത ആചാരങ്ങളുമായിട്ടും അനുഷ്ഠാനങ്ങളുമായിട്ടും വളരെയധികം ബന്ധപ്പെടുത്തിയിരുന്നത്. അതായത് ഇവരുടെ ഉപ്പയുടെ ഉമ്മയൊക്കെ 10 കിതാബൊക്കെ പഠിച്ച നല്ല ദീനിയായ ഒരു ഉമ്മയായിരുന്നു. ഒരിക്കൽ പോലും ഒരു മുസ്ലിം സ്വത്വം തന്റെ ലൈഫിൽ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടില്ല. ഖുർആൻ ഞാൻ ഒരിക്കലും ഓതിയിട്ടില്ല. ഇങ്ങനെയുള്ള ചില പ്രസ്താവനകളാണ് ഈ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ലക്ഷ്മി പ്രിയ നൽകിയത്. ഇത് ഭയങ്കര വൈറലാണ്. ഒരു പറയുന്ന ഒരു കാര്യത്തിലാണ്, എനിക്ക് ഇസ്ലാമിൽ നിന്ന് ഉപേക്ഷിക്കാനേ ഞാനൊരു പക്ഷേ ഒരു ഹിന്ദു യുവാവിനെ, ജയേഷ് എന്നവരുടെ ഭർത്താവിന്റെ പേര്, അയാൾ സംഘിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അയാളെ വിവാഹം കഴിച്ചതുകൊണ്ട് മാത്രമല്ല ഞാൻ ഹിന്ദുവായത്, അല്ലെങ്കിലും എൻ്റെ ഉള്ളിലൊരു ഇസ്ലാമിക സ്വത്ത് ഉണ്ടായിരുന്നില്ല. ഈ ഒരു പ്രസ്താവന നമുക്ക് നൽകുന്ന ഒരു പാഠം, നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ ഏത് മതക്കാരായിക്കോട്ടെ, ഹിന്ദു മതവിശ്വാസിയാണെങ്കിലും മുസ്ലിം മതവിശ്വാസിയാണെങ്കിലും അവരവരെ മതത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി പഠിപ്പിക്കണം എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മൾ വളരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. ഈ ലക്ഷ്മി പ്രിയ എന്ന സബീന ചെറുപ്പത്തിലെ അവരുടെ ഉൾക്കൊള്ളുന്ന മതത്തിന്റെ വിശ്വാസങ്ങളെ പരിഗണിക്കാതെ മറ്റു മതവിശ്വാസങ്ങളെ അവരുടെ ഉള്ളിൽ ചെറുപ്പത്തിലുണ്ടായിരുന്നത്. ഫലം എന്തുണ്ടായി? അവർ സ്വാഭാവികമായിട്ടും ഒരു മുഷിഞ്ഞ വസ്ത്രം ഒഴിവാക്കിയിട്ട് ഒരു പുതുവസ്ത്രം ധരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് അവർക്ക് മതം മാറിയപ്പോണ്ടായത്. അവർക്ക് ഖുർആൻ എന്ന് കേൾക്കുമ്പോൾ ഒരു പുച്ഛ. ഈ വിശുദ്ധ റമദാൻ എന്ന് പറയുന്ന ഒരു മാസത്തിൽ ലോകത്തെ ഏറ്റവും അധികം ആളുകൾ പാരായണം ചെയ്യുന്ന ലോകത്ത് ഒരേ ഒരു ഗ്രന്ഥയുള്ളൂ, അത് വിശുദ്ധ ഖുർആനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്തട്ടോ, വിശുദ്ധ ഖുർആൻ. കാരണം ലോകത്തെ എല്ലാ ആളുകളും ഓതും. ഇപ്പോൾ ക്രിസ്മസ് വന്നാലും ബൈബിൾ ഓതുന്നതിനേക്കാൾ, രാമായണം കർക്കിടക മാസം വന്നാൽ രാമായണം ഓതുന്നതിനേക്കാൾ ലോകത്ത് റമദാൻ വന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള സർവ്വ മുസ്ലിങ്ങളും ഒരു തവണയെങ്കിലും ഓതാത്ത ആളുകൾ ഉണ്ടാവില്ല. അത്രയും അധികം പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ബോധപൂർവമാണ് ഈ ഒരു വാർത്ത ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ഇടം പിടിച്ചത്. അതുകൊണ്ട് പറയുന്നു, അവനവൻ്റെ മക്കളെ അവനവൻ്റെ മതശീലങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ട് ആചാരങ്ങളൊക്കെ പഠിപ്പിക്കുക. അതെന്തിനാന്ന് വെച്ചാൽ അവനവൻ്റെ ശീലങ്ങളിലേക്ക്, അവനവൻ്റെ ഉള്ളിലേക്ക് അവനവൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇറങ്ങിച്ചെന്ന് നല്ല വ്യക്തിയാവാൻ വേണ്ടി, നല്ല ഹിന്ദു ഉണ്ടാവട്ടെ, നല്ല മുസ്ലിം ഉണ്ടാവട്ടെ, നല്ല ക്രിസ്ത്യാനി ഉണ്ടാവട്ടെ, അവനവൻ്റെ വിശ്വാസങ്ങൾ നേരെ ആകാതിരിക്കുമ്പോഴാണ് മറ്റു മതങ്ങൾ മോശമാണ്, മറ്റു മതങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത ഉണ്ടാവുന്നത്. ഇതൊക്കെയാണ് വർഗീയത. ഓക്കെ, ഇവിടെ ലക്ഷ്മി പ്രിയ ഒരു വർഗീയവാദി എന്ന് മുദ്ര കുത്തുന്ന ലെവലിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ് അല്ലെ. ഇതാ ഇന്റർവ്യൂവിൽ വെച്ച് വെറുതെ ലക്ഷ്മി പ്രിയ ഓരോന്ന് വിളിച്ച് പറഞ്ഞ് സ്വയം വാങ്ങിച്ചു വെച്ച സംഭവങ്ങളാണ്. അതൊക്കെ ലക്ഷ്മി പ്രിയയുടെ പേഴ്സണൽ താല്പര്യമാണ് കേട്ടോ. ലക്ഷ്മി പ്രിയക്ക് ഇസ്ലാമിന് താല്പര്യമില്ല എങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്മി പ്രിയക്ക് ഇവിടെ ഇസ്ലാമിനെ വിമർശിക്കാം. അത് ഏതൊരാൾക്കും ഏതൊരു മതത്തെയും വിമർശിക്കാനുള്ള അവകാശവും അധികാരവും ഇവിടെയുണ്ട്. പക്ഷെ അങ്ങനെ വിമർശിക്കുന്ന പക്ഷം അത് കാരണം തിരിച്ചും വിമർശനങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് വേണം. അല്ലാതെ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ നിങ്ങൾക്കെതിരെ വിമർശനവുമായി വരുന്ന സമയത്ത് അയ്യോ എന്നെ ഒരുപാട് ആളുകൾ കല്ലെറിയുന്നു, എന്നെ ഒരുപാട് ആളുകൾ ചീത്ത പറയുന്നു എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരാളെ പ്രാക്കാം, ഒരാളെ തെറി വിളിക്കാം, മതവിമർശനം നടത്താം, എന്തും ചെയ്യാം. പക്ഷെ നിങ്ങൾ തിരിച്ചൊന്നും പറയാൻ പാടില്ല. അപ്പോഴേക്കും വിക്ടിം കാർഡായിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കോളൂ. അല്ല, പണ്ടേ നിങ്ങൾ ബിഗ് ബോസിലായിരുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ കണ്ടതാണ്, അത് വേറെ കാര്യം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ പുതുമയൊന്നും തോന്നിയിട്ടില്ല. എന്തെന്നാലും ഇത്ര ആയ സ്ഥിതിക്ക് ലക്ഷ്മി പ്രിയയോടായിട്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇനിയെങ്കിലും ആളുകളുമായി ഇടപഴകുന്ന സമയത്ത് പ്രത്യേകിച്ച് സൂക്ഷിച്ച് കണ്ടുമൊക്കെ ഇടപഴകുക. ഇത് നിങ്ങൾ ജീവിച്ച പണ്ടത്തെ കാലമല്ല, കാലഘട്ടം മാറി, ആ ഒരു ബോധമെങ്കിലും ഉണ്ടാവുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിലവിൽ ലക്ഷ്മി പ്രിയയുമായി ബന്ധപ്പെട്ട് പുതിയൊരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. ലക്ഷ്മി പ്രിയ ഏതോ സിനിമയുടെ തിരക്കഥ എഴുതാമെന്നും പറഞ്ഞുകൊണ്ട് 20 ലക്ഷത്തോളം വാങ്ങി ഏതോ പ്രൊഡ്യൂസറെ പറ്റിച്ചു എന്നുള്ള രീതിയിലുള്ള ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോ നിലവിൽ അതിലേക്കൊന്നും കടക്കുന്നില്ല. അത് വാസ്റ്റായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്ന പക്ഷം നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. തൽക്കാലം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.